മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പടൂക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നു. പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പേടിയിൽ നാട്. അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. മുരുക്കുങ്ങൽ മുപ്ലി റോഡ് തകർന്നതായാണ് പരാതി. താന്യം പഞ്ചായത്തിലെ അനാർവല്ലി മേഖലയിൽ നിരവധി വീട്ടുകാർ വെള്ളത്തിലായിട്ട് ദുരിതത്തിൽ. പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. അതിരപ്പള്ളി വാഴച്ചാലിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഇരിങ്ങാലക്കുട സ്വദേശി മനുവിന് പരിക്കേറ്റു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജയൻ ചേരുന്നു. ജയൻ, എപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട്? ലിബീഷ്, ഇന്ന് 5 മണിക്കായിരുന്നു പൊരിങ്ങൽകുത്ത് ഡാമിന് 6 കിലോമീറ്റർ അകലെ കാരാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് ഈ അപകടം ഉണ്ടായത്. വനപാലകരുടെ ട്രക്കിങ്ങിന് പോയ ഇരിങ്ങാലക്കുട സ്വദേശികളായ 7 അംഗ സംഘത്തെയാണ് നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടത്. ഇവർ സാധാരണഗതിയിൽ പൊരിങ്ങൽകുത്ത് ഡാമിൽ വരെ വനപാലകരുടെ ജീപ്പിൽ ആണ് ഈ ട്രക്കിംഗ് സംഘം സഞ്ചരിക്കുക. പിന്നീട് നടന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നടന്നാണ് വനത്തിലൂടെ വനഭംഗി ആസ്വദിച്ച് ഈ സംഘം യാത്ര ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ പുറപ്പെട്ട ഈ സംഘത്തിന് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. 2 ആനകൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വരികയും ഇവർ 4 പാടും ചിതറി ഓടുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിനിടെ മനു എന്ന ആൾക്കാണ് പരിക്കേറ്റത്. ഒരു ആന തുമ്പി കൈ കൊണ്ട് തന്നെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇയാൾ മലർന്നു വീഴുകയും തല തൊട്ടടുത്ത പാറക്കൂട്ടത്തിൽ ഇടിക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാളെ വനപാലകർ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ 108 ആംബുലൻസ് അവിടെ പൊരിങ്ങൽകുത്തിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് സ്ട്രക്ചറിലാക്കി ഇയാളെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആർക്കും പരിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വാഴച്ചാൽ DFO ഇവരുടെ ഈ പൊരിങ്ങൽകുത്ത് സ്ഥലത്ത് ഇവിടെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി സംഘത്തോടൊപ്പം ചാലക്കുടിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ലിബീഷ്, അതിരപ്പള്ളി വാഴച്ചാലിലാണ് ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം നടന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി മനുവിന് പരിക്കേറ്റു. വിവരങ്ങളാണ് ജയൻ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കുടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഭവം. തുടർന്ന് യോഗത്തിൽ തർക്കമുണ്ടായി. സംഭവം വിവാദമായതോടെ പരിപാടി നടത്താനുള്ള അനുമതി പോലീസ് നിഷേധിക്കുകയായിരുന്നു. സംഘടനയിൽ BJP RSS ആശയങ്ങൾ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുമുക്കുളം കരയോഗത്തിന്റെ പേരിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് തിരുമുക്കുളം NSS ഭജന മണ്ഡപത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. എനിക്കറിയില്ല. അങ്ങനത്തെ സ്കൂളിലെ കണ്ടിട്ടില്ല. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നതാണ് കാരണം. തോട് ഗതിമാറി ഒഴുകി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ ജാതിയും തെങ്ങും കവുങ്ങുകളും കടപുഴകി. ചീരമ്പത്ത് രാമചന്ദ്രൻ, പതിയാരപ്പാട്ട് വത്സല എന്നിവരുടെ പറമ്പുകളിലാണ് കൃഷിനാശം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തോടിന്റെ വശം തകർന്നത്.
പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തുന്ന തോടാണ് അപകട ഭീഷണി നേരിടുന്നത്. മഴ ശക്തമായാൽ തോടിന്റെ കൂടുതൽ ഭാഗം തകരാൻ സാധ്യതയേറെയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം വട്ടണാത്ര പാടശേഖരത്തിലേക്കാണ് എത്തുന്നത്. നീരൊഴുക്ക് കൂടിയാൽ പാടശേഖരത്തിന്റെ താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. തോടിന്റെ കുറച്ചു ഭാഗങ്ങൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചുവെങ്കിലും അപകടാവസ്ഥയിലായ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് തകർന്ന ബണ്ട് താൽക്കാലികമായി കെട്ടി സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം യാത്രക്കാർക്ക് വഴി നടക്കാനാകാത്ത അവസ്ഥയാണ്. നായ്ക്കൾ കുറുകെ ചാടി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും നിരവധി. വിദ്യാലയങ്ങൾ തുറന്നതോടെ കുട്ടികളും ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. അക്രമാസക്തരാകുന്ന തെരുവുനായ്ക്കൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. അറവുശാലയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഴിയോരത്ത് ഉപേക്ഷിക്കുന്നിടങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. അമിതഭാരം കയറ്റിയ ലോറികൾ പോയതിനെ തുടർന്ന് മുരിക്കുങ്ങൽ മുപ്ലി റോഡ് തകർന്നതായാണ് പരാതി. 8 ടണ്ണിലധികം ഭാരം കയറ്റിയ ലോറികൾ സഞ്ചരിക്കാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് 30-ലേറെ ടൺ ഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ ഇതുവഴി പോയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അധികാരികൾക്ക് പരാതി നൽകി. തുടർന്ന് വനം വകുപ്പ് അധികൃതർ തടി ലേലം ചെയ്തു കൊടുത്തവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. വലിയ വാഹനങ്ങൾ വന്നുകൊണ്ട് അതിൽ 30 ടണ്ണിന്റെ ഭാരം ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് അധികാരികൾ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടും, റേഞ്ചർ അടക്കമുള്ളവർ ഉറപ്പ് പറഞ്ഞിട്ടും നമുക്ക് ആ ഉറപ്പ് പാലിക്കപ്പെടാതായപ്പോൾ നമ്മളത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ഈ നിർദ്ദേശം വകവയ്ക്കാതെ വീണ്ടും തടിലോറി ഇതുവഴി വന്നപ്പോൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ മുപ്ലി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ തടയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി അമിതഭാരത്തിൽ തടി കയറ്റി കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശം നൽകി. റോഡ് തകരുന്നത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. എന്നാൽ നാട്ടുകാരുടെയും ജനപ്രതിനിധിയുടെയും എതിർപ്പിന് തെല്ലും വില കൽപ്പിക്കാതെ കഴിഞ്ഞ രാത്രി അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറി ഇതുവഴി കടന്നുപോയതായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത് നടന്നതെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. പക്ഷേ ഈ അധികാരികളൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് കോൺട്രാക്ടർ ഇവിടെ നിന്ന് ഈ വാഹനം ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 11 മണിക്ക് രാത്രി ആ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടുകാരുടെയും അല്ലെങ്കിൽ പൊതു സ്വത്തിനെയും സംരക്ഷിക്കേണ്ട അധികാരികൾ ഇവിടെ അവരുടെ ഒത്താശയോടുകൂടി ഇന്നലെ ആ വാഹനം ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. TCV ന്യൂസ്, കൊടകര. താന്യം പഞ്ചായത്തിൽ രാപ്പാടി റോഡ് അനാർവല്ലി മേഖലയിലെ 7ഓളം വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വീടുകളുടെ സമീപത്ത് നിർമ്മിച്ചിട്ടുള്ള കാന വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. കാനയിലെ തടസ്സം കാരണം മഴ പെയ്താൽ കാനയിലെത്തുന്ന വെള്ളം കരുവാൻകുളം പാടത്തേക്ക് ഒഴുകിപ്പോകാതെ വീടുകൾക്ക് ചുറ്റും നിറയുകയാണ്. ഇതോടെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സ്ഥിതിയാണെന്ന് വീട്ടുകാർ പറയുന്നു. ആദ്യം നമുക്ക് കുഴികൾ മാത്രം ഉണ്ടായുള്ളൂ. ഈ ഒരു സ്ലാബ് തടങ്ങുന്നതോടുകൂടി നമുക്ക് ഒരു 2 പലക ഇട്ടിട്ട് നമ്മളിപ്പോ നടക്കുന്നത്. മഴ പെയ്ത് വെള്ളം വന്ന് പിന്നെ പലക ഒലിച്ചു പോയുക. അപ്പൊ പിന്നെ നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിപ്പോ 2 ദിവസമായിട്ട് ജോലിക്കും പോണില്ലേ. പിള്ളേര് വെള്ളം കയറി പിന്നെ ഒരാഴ്ചയായിട്ട് പഠിക്കാനും പോണില്ല. കാനയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചാണ് ഇവിടത്തുകാർക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. സ്ലാബുകൾ പല സ്ഥലത്തും തകർന്നിട്ടുള്ളതിനാൽ കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടിലാണെന്നും പറയുന്നു. ഇതു സംബന്ധിച്ച് പലതവണ പഞ്ചായത്ത് മെമ്പറെയും ബന്ധപ്പെട്ടവരെയും സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. പരാതി കൊടുക്കുന്നിടത്ത് പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കണ കാണാനില്ല. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ആരെങ്കിലും ഇതിനെ കണ്ട് നമുക്ക് നടക്കാനുള്ള ഒരു വഴിയെങ്കിലും നന്നാക്കി തരാൻ നമ്മളെല്ലാവരുടെ അടുത്തും പറയണല്ലോ. നമുക്കൊരു ഉപകാരം ചെയ്തു തരാത്ത ഒരു പാർട്ടിക്കാരായാലും മെമ്പർമാരായാലും നമുക്ക് ഇനി താല്പര്യമില്ല. ഒരു വോട്ട് ചോദിച്ചു ഇനി ഒരാളും വരണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. എന്നാൽ തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾ പുനർനിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മഴ കുറഞ്ഞാലുടൻ പണികൾ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് മെമ്പർ രതി അനിൽകുമാർ അറിയിച്ചു. TCV, തൃപ്രയാർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 14 ടേബിളുകളായി 19 റൗണ്ടായാണ് വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടെണ്ണും. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 123 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന് നിയോഗിച്ചത്. വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 75.27% പോളിംഗ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3.5 കിലോ കഞ്ചാവ് പിടികൂടി.
റെയിൽവേ പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പ്ലാറ്റ്ഫോമിൽ ബാഗിൽ ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. KSRTC ബസ്സുകൾ തകരാറിലായി വഴിയിൽ കിടക്കുന്ന സംഭവങ്ങൾ ഏറുന്നു. KSRTC ബസ്സുകളിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാകുന്നില്ലെന്ന് യാത്രക്കാർ. 5 മണി മുതൽ ഇവിടെ വിളിച്ചത് നിങ്ങളോട് വിളിക്കാൻ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണ, മനസ്സിലായാ? ഞങ്ങളുടെ ഒരു ദിവസം പോയത്, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് നോക്ക്, ഇവിടെ ഒക്കെ ആൾക്കാർ ഇവിടെ നിൽക്കാം, ഇത്ര ആൾക്കാർ നിൽക്കാം. ഈ ദൃശ്യങ്ങൾ ഗുരുവായൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ഒരു യാത്രക്കാരൻ പകർത്തിയതാണ്. വൈകിട്ട് മൂകാംബികയിലേക്ക് പോകാനുള്ള ബസ് എത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ. 5:30 5:45 പോകേണ്ട വണ്ടിയാണ്. പെട്ടെന്നാണ് 12:00-12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്. ഈ നേരം വരെ ഞങ്ങളിവിടെ പോസ്റ്റ് ആക്കിയിട്ട് ഗുരുവായൂർ 5:15 എത്തിയതാ. ഇതുവരെ വണ്ടി വരാണ്ട് 12:30ക്കാണ് ഈ വണ്ടി ഇവിടെ എത്തുന്നത്, മനസ്സിലായി? ഇതുവരെ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഇവിടെ സംസാരിക്കാറുണ്ട്. ഞാൻ അവിടെ സാറിനോട് ഒന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, ഇതല്ല ഞങ്ങളുടെ വണ്ടി, ഇതല്ല വണ്ടി. അല്ല ഒരു മിനിറ്റ്. KSRTC ബസ്സുകൾ ബ്രേക്ക് ഡൌൺ ആവുന്ന സംഭവങ്ങൾ ഏറുകയാണ്. ബസ്സുകളുടെ കാലപ്പഴക്കവും അറ്റകുറ്റപ്പണികളുടെ അഭാവവുമാണ് ബസ്സുകൾ വഴിയിൽ കിടക്കാൻ കാരണം. ഓട്ടത്തിനിടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നതും ടയർ പൊട്ടിയതുമായ സംഭവങ്ങൾ പതിവാവുകയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പല ദുരന്തങ്ങളും ഒഴിവാകുന്നത്. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ഓട്ടത്തിനിടെ പാതിയിൽ നിൽക്കുന്നു. 15 വർഷം പിന്നിട്ട 100 കണക്കിന് ബസ്സുകളാണ് KSRTCയിലുള്ളത്. ദീർഘദൂര യാത്രയ്ക്ക് ഉൾപ്പെടെ KSRTCയിൽ വിശ്വസിച്ച് യാത്ര ചെയ്യാനാവുന്നില്ല. തകരാറിലായ ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി സർവീസ് തുടരുമെന്ന പ്രതീക്ഷയും വേണ്ട. അർദ്ധരാത്രിയിലും പുലർച്ചെയും ബ്രേക്ക് ഡൌൺ ആയി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പെരുവഴിയിലായ സംഭവങ്ങൾ നിരവധിയാണ്. കയർ കൊണ്ട് കെട്ടിവെച്ച വാതിലുകളും മഴയിൽ പ്രവർത്തിക്കാത്ത വൈപ്പറുകളും മൊട്ടയായ ടയറുകളുമായി സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ നിരവധിയാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സർവീസുകൾ തുടരുമ്പോൾ KSRTC ബസ്സുകളിൽ എങ്ങനെ വിശ്വസിച്ച് യാത്ര ചെയ്യും എന്ന് ചോദിക്കുകയാണ് ജനം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇസ്രായേൽ ഇറാൻ യുദ്ധം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് യാത്രികർ ആശങ്കയിൽ. വിമാന സർവീസുകളെ യുദ്ധം ബാധിച്ചേക്കുമെന്നാണ് ആശങ്ക. വിമാനങ്ങൾ റദ്ദാക്കുന്നതും വഴിതിരിച്ചുവിടുന്നതുമായ സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. യുദ്ധം രൂക്ഷമായാൽ വ്യോമാതിർത്തി അടയ്ക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെയും വിമാന സർവീസുകളിലെ മാറ്റം വലയ്ക്കുന്നു. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് മൂലം കണക്ഷൻ ഫ്ലൈറ്റുകൾ നഷ്ടപ്പെടുന്നതായാണ് പരാതി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു. മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. മുറികളിലെ അലമാരകളെല്ലാം കുത്തിത്തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലാണ്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ സ്തംഭിച്ചു. നിരവധി രോഗികൾ ആശങ്കയിൽ. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയിൽ നിർണായകമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റ് തസ്തികയിലുള്ളവർ പരിചയസമ്പന്നരല്ലെന്നുള്ള വകുപ്പ് മേധാവിയായ കാർഡിയോ തൊറാസിക് സർജന്റെ നിലപാടാണ് ശസ്ത്രക്രിയകൾ 2 ആഴ്ചയിലേറെയായി നിലയ്ക്കാൻ കാരണം. ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുമ്പോൾ രോഗിയുടെ ജീവൻ സാധാരണ നിലയിൽ നിയന്ത്രിച്ച് നിലനിർത്തുന്നവരാണ് പെർഫ്യൂഷനിസ്റ്റുകൾ. ഹാർട്ട് ലങ് മെഷീൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യേണ്ടതും ഇവരാണ്. ആഴ്ചയിൽ 2 ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഇവിടെ 2 പെർഫ്യൂഷനിസ്റ്റുകൾ ഉണ്ട്. ഇതിലൊരാൾ PSC വഴിയും മറ്റേയാൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വഴിയും നിയമനം ലഭിച്ചവരാണ്. ഇതിൽ HDS വഴി നിയമിക്കപ്പെട്ട ആൾക്ക് പരിചയസമ്പന്നതയില്ലാത്തതിനാൽ ശസ്ത്രക്രിയയിൽ റിസ്ക് എടുക്കാനാവില്ലെന്ന് കാണിച്ച് വകുപ്പ് മേധാവി പ്രിൻസിപ്പലിന് കത്ത് നൽകിയിരുന്നു. അതേസമയം വകുപ്പ് മേധാവിക്കെതിരെ ആരോപണവുമായി പെർഫ്യൂഷനിസ്റ്റുകളും മേലധികാരിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ അടങ്ങിയ ഈ കത്തുകളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിശദമായ അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനം നീളുന്നതിനാൽ ഓപ്പൺ ഹാർട്ട് സർജറി പുനരാരംഭിക്കുന്നത് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സീനിയോറിറ്റി പ്രകാരം ഓപ്പൺ ഹാർട്ട് സർജറി നിശ്ചയിക്കപ്പെട്ട 50ഓളം രോഗികളും നിശ്ചയിക്കാനുള്ള അത്ര തന്നെ രോഗികളും ഇതോടെ ആശങ്കയിലാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടലിലൂടെ എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കിയാലേ നിർധനരായ നിരവധി രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഒഴിവാകുകയുള്ളൂ. TCV തൃശൂർ.
ഇന്ന് ചേരാനിരുന്ന തൃശൂർ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം മാറ്റിവെച്ചു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഒഡീഷയിലേക്ക് പോകേണ്ടി വന്നതിനാലാണ് യോഗം മാറ്റിയത്. പുതിയ തീയതി തീരുമാനിച്ചിട്ടില്ല. ജില്ലയിലെ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം വിളിച്ചിരുന്നത്. സംഘടനാ അച്ചടക്കത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. സമാന്തര പ്രവർത്തനങ്ങളും നേതൃത്വം ഗൗരവമായി കാണുന്നുണ്ട്. അതിനിടെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസഫ് ടാജറ്റിനെ മാറ്റുമെന്ന അഭ്യൂഹം AICC തള്ളി. DCCയുടെ പ്രവർത്തനങ്ങളിൽ KPCCക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയില്ലെന്ന് ജില്ലയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനൻ അറിയിച്ചു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ പരിശോധന നടത്തും. ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി നിർമ്മിക്കുന്ന അടിപ്പാത, മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത തടസ്സങ്ങളും അപകടാവസ്ഥയും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റൂറൽ SP B കൃഷ്ണകുമാർ, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര, പെരുമ്പി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുക. നെട്ടിശ്ശേരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം മുടങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധ നാമജപം സംഘടിപ്പിച്ചു. പൂരം മുടങ്ങിയത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ദേവസ്വം തയ്യാറായില്ലെന്നും ഭക്തജന കൂട്ടായ്മ ആരോപിച്ചു. ആളൂർ പഞ്ചായത്തിനെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തെ മന്ത്രി R ബിന്ദു പ്രഖ്യാപിച്ചു. കുടുംബശ്രീ സർവേയിലൂടെ കണ്ടെത്തിയ 14 അതിദരിദ്ര കുടുംബങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. 17 വർഷം മുൻപ് തറക്കല്ലിട്ട ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങി. കെട്ടിടത്തിലെ ഒരു കടമുറിയുടെ വാടക 1 ലക്ഷം രൂപയ്ക്കാണ് ലേലം പോയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അതിഥി മന്ദിരത്തിന് പുറകിൽ 2008 അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന G സുധാകരനാണ് അനക്സിന് തറക്കല്ലിട്ടത്. 1 വർഷം തികയുമ്പോഴേക്കും നിർമ്മാണം നിലച്ചു. പിന്നീട് ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കെട്ടിടത്തിന് പുതുജീവനേകിയത്. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 4 നിലകളിലാണ് കെട്ടിടം പണിതിട്ടുള്ളത്. 2 കിടക്കകളുള്ള 36 മുറികളും 5 കിടക്കകളുള്ള 3 മുറികളുമാണുള്ളത്. മുകളിലത്തെ നില പോലീസുകാർക്ക് താമസിക്കാൻ നൽകും. ദേവസ്വം സത്രത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന പോലീസുകാരെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. താഴെ റോഡിന് അഭിമുഖമായി 8 കടമുറികളുണ്ട്. അടുത്ത ഭരണസമിതി യോഗം അംഗീകരിക്കുന്ന മുറയ്ക്ക് കടമുറികളുടെ ലേലമുറപ്പിക്കും. 5.5 കോടി രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രിയുടെ ഒഴിവിനനുസരിച്ച് തീരുമാനിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ 6 ദിവസവും സർവീസ് ഉണ്ടാകും. രാവിലെ 10:10 കോഴിക്കോട് നിന്നും അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യലായി ഓടിത്തുടങ്ങുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:05 പാലക്കാട്ടെത്തും. തിരികെ 1:50 പുറപ്പെട്ട് കണ്ണൂരിൽ 7:40 തിരിച്ചെത്തും. ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാട്ടേക്ക് നീട്ടിയത്. പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക. ഈ മാസം 23 മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. കേന്ദ്ര സർക്കാരിന്റെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിൽ പ്രത്യേക ക്ഷണിതാവായി തൃശൂരിലെ ഭിന്നശേഷി വിദ്യാർത്ഥിനി ആൻ മൂക്കൻ. ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ സംഘടിപ്പിച്ച യോഗാ ദിനാഘോഷത്തിലാണ് ആൻ മൂക്കൻ പ്രത്യേക ക്ഷണിതാവായി യോഗാ പ്രകടനം കാഴ്ചവെച്ചത്. ആഘോഷത്തിൽ പങ്കെടുത്ത ആൻ മൂക്കനെ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പ്രത്യേകം അനുമോദിച്ചു. അയ്യന്തോൾ സ്വദേശികളും അധ്യാപകരുമായ ജീൻ മൂക്കന്റെയും പ്രിൻസിയുടെയും മകളാണ് ആൻ മൂക്കൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാൽ ഇടുത്തൻകുന്ന് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 3-ാം വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യുവമോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് സതീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. BJP മറ്റത്തൂർ ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ശ്രീധരൻ കളരിക്കൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. മഴക്കാല ഭംഗിയിൽ ഉത്രാളിക്കാവ്. TCV തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. അഴകിന്റെ ഉത്രാളി എന്ന് വിളിക്കുന്ന ഉത്രാളിക്കാവിന്റെ മഴക്കാല മനോഹാരിത.
പച്ചവിരിച്ച പാടവും മലനിരകളും ക്ഷേത്രത്തിനു പിന്നിലെ റെയിൽപാളത്തിലൂടെ പോകുന്ന തീവണ്ടിയും ഉത്രാളിക്കാവിനെ സുന്ദരിയാക്കുന്നു. അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികിലാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. പ്രകൃതി കനിഞ്ഞ ഈ മനോഹാരിത തന്നെയാണ് ഉത്രാളിക്കാവിന്റെ പൂരാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സുന്ദരമായ കാഴ്ചയാണ്. പാടവും ദൂരെ കാണുന്ന മലനിരകളും മൂടൽമഞ്ഞും ചെങ്കുത്തായ പുൽമേടും അതിന് നടുവിലായി ഒഴുകുന്ന നീർച്ചാലും അതിനെ മുറിച്ചു കടക്കാൻ ഗ്രാമവാസികൾ നിർമ്മിച്ച ചെറിയ മുളപ്പാലവും അതിമനോഹരം തന്നെ. മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12-നാണ്. ഉച്ച സമയത്തും തണുത്ത കാറ്റും കുളിരും മനസ്സിനെ ശാന്തമാക്കുമെന്ന് തീർച്ച. ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത് കാത്തുനിന്ന് ആ ദൃശ്യം കൂടി പകർത്തുമ്പോഴാണ് ആസ്വാദന കാഴ്ച പൂർണ്ണമാകുന്നത്. പാടവരമ്പിലൂടെ ഗ്രാമാന്തരീക്ഷ തനിമയിൽ നടന്നു നീങ്ങുന്ന നിഷ്കളങ്കരായ മനുഷ്യരും. തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്താണ് ഉത്രാളിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടശേഖരത്തിന് നടുവിലെ ക്ഷേത്രവും മനോഹാരിതയും കാണാം. സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന കുറുന്തോട്ടി കൃഷിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 6 ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട 50 പഞ്ചായത്തുകൾക്ക് കുറുന്തോട്ടി തൈകൾ വിതരണം ചെയ്തു. ദേശീയ ആയുഷ് മിഷൻ സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃദിക് അധ്യക്ഷത വഹിച്ചു. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ്, ഔഷധ സസ്യ ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ OL പയസ്, കെ പി പ്രശാന്ത്, ഡോക്ടർ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. കൊടകരയിലെ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച 1,20,00,000 കുറുന്തോട്ടി തൈകളാണ് വിതരണം ചെയ്യുന്നത്. കാട്ടകാമ്പാലിൽ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞിരിത്തെങ്കൽ മുള്ളത്ത് വളപ്പിൽ വീട്ടിൽ 64 വയസ്സുള്ള രാജനാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കമുണ്ട്. മകൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. CPI കാട്ടകാമ്പൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് മരിച്ച രാജൻ. അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പി ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. അയ്യന്തോൾ പുലിക്കളി സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബ്സൺ പോൾ അധ്യക്ഷനായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ സുനിത വിനു, മേഫി ഡെൽസൺ, പുലിക്കളി സംഘം സെക്രട്ടറി PR ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അതായത് ഇത്രത്തോളം കുട്ടികൾക്ക് കഴിഞ്ഞ 7 വർഷമായി PSC നമ്മുടെ ഒരു ടീമുണ്ട്, ഹാർഡ് വർക്ക്, ഒരു എൻട്രൻസ് ടെസ്റ്റ്, ഒട്ടനവധി പരിപാടി, മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ ഉണ്ടാക്കി വെച്ചോളൂ. കുറച്ച് ഇപ്പോൾ തിരക്കുള്ളവരാണെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞൊരു വാക്ക് എന്താ വെച്ചാൽ ഒരു സ്വാഗതം ആശംസിച്ച JC ജയചന്ദ്രൻ. വടക്കഞ്ചേരിയിൽ തകർന്ന ബസാർ റോഡിന്റെയും മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് അധ്യക്ഷത വഹിച്ചു. കാരയങ്കാട്ട് ശിവരാമകൃഷ്ണൻ, V സജീഷ്, A ഭാസ്കരൻ, VA മൊയ്തു, ബാബു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ശ്രീനാരായണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സെമിനാർ നടത്തി. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ K സിറാജ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ദാസൻ, TM കുഞ്ഞുമൊയ്തീൻ, NS നൌഷാദ്, TS രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയൻ തിരുവല്ലോമലയിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും ആരംഭിച്ച ജാഥ തിരുവല്ലോമല ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന യോഗം CITU ചേലക്കര ഏരിയ പ്രസിഡന്റ് T ഗോകുലൻ ഉദ്ഘാടനം ചെയ്തു. KR സത്യൻ അധ്യക്ഷനായിരുന്നു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും BRCയുടെയും ആഭിമുഖ്യത്തിലുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV മുഹമ്മദ് ബഷീർ, ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, സ്കൂൾ ഹെഡ് മിസ്ട്രസ് MM സീമ തുടങ്ങിയവർ സംസാരിച്ചു.
ഡിജിറ്റൽ പ്രിന്റിംഗ് ഹബ്ബൊക്കെയായി. ഹരി പി നായർ രചിച്ച ഹരിഗീതം എന്ന പുസ്തകത്തിന്റെ ആസ്വാദന ചടങ്ങ് ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, നടൻ ജയരാജ് വാര്യർ, K ഉണ്ണികൃഷ്ണൻ, കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സാഹിത്യ സംഗീത സംവാദം നടന്നു. ശ്രുതി, ശൈലജ, ഗീത എന്നിവർ ഹരിഗീതത്തിലെ കവിതകൾ ആലപിച്ചു. മനുഷ്യ വികാരങ്ങൾ എന്ന് പറയേണ്ടി വരും. എല്ലാ തരത്തിലും ഹരിയുടെ സിദ്ധികൾ ധാരാളമായി വാഴ്ത്തട്ടെ. അതിൻ്റെയൊക്കെ അഭിമാനം എഴുതിയ പൂരമൊക്കെ വളരെ വ്യത്യസ്ത പുസ്തകം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഹരിയുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. കേരള കർഷക സംഘം വെങ്കിടങ്ങ് ഈസ്റ്റ് മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം KP ആലി ഉദ്ഘാടനം ചെയ്തു. ഏനാമാവ് ഇടിയഞ്ചിറ റെഗുലേറ്ററുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ P മധുസൂദനൻ, പ്രിൻസ് കൈമീത്തിൽ, AK ബാബു, ഷിജ രാജു തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തൃശൂരിൽ യോഗ ശില്പശാല നടത്തി. ജില്ലാ യോഗ അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല KE ഉഷ ഉദ്ഘാടനം ചെയ്തു. ഗോപിനാഥ് എടക്കുന്നി, ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി, ഉണ്ണി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്പർഫിഷ്യൽ ഫോക്കസ് എന്നും ഡീപ് അഗ്രഹം, ഏകാഗ്രതയാണ് ഫോക്കസ്. ആ ഫോക്കസ് പിന്നീട് അവിടെ ആയിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്തിയിരുന്നത്. അങ്കണവാടിയിൽ വായനാമുറി ഒരുക്കി പടാക്കുളം വാർഡ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പടാക്കുളം 40-ാം വാർഡ് അങ്കണവാടിയിലാണ് വായനാമുറി രൂപീകരണവും പുസ്തക സ്വീകരണവും സംഘടിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ C നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ, ചന്ദ്രിക, TK ഹരിദാസൻ, ദീപ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമസ് മൂറിന്റെ തിരുനാൾ ആഘോഷിച്ചു. തോമസ് മൂർ ദിന സമ്മേളനം ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജോയ് ചെമ്പകശ്ശേരി, ജോസ് മാത്യു ഊക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ 9 നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മുല്ലശ്ശേരി പഞ്ചായത്ത് തല കാൽനട പ്രചരണ ജാഥ നടന്നു. CITU ഏരിയ കമ്മിറ്റി അംഗവും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CPM മുല്ലശ്ശേരി ലോക്കൽ സെക്രട്ടറി PK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലീല കുഞ്ഞപ്പു, KP ആലി, MG രജീഷ് എന്നിവർ സംസാരിച്ചു. CPM കടങ്ങോട് പഞ്ചായത്ത് 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം CK മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ്, ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മണ്ഡലം തലത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഗോപിനാഥ് മനയത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ വില്ലേജ് ഓഫീസർ TK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. VK വിമൽ, CR മനോജ്, VD ഷാജൻ, CK സത്യൻ, RV ആഷിഖ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളിൽ സേവനത്തിൽ 1-ാം സ്ഥാനം നേടി പാമ്പാടി വില്വാദ്രി ലയൺസ് ക്ലബ്ബ്. ലക്കിടി പോളി ഗാർഡനിലെ അന്തേവാസികൾക്കൊപ്പം സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് VK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് വാര്യർ, KM അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടിയൂർ പോളയ്ക്കൽ സിദ്ദിഖ് മസ്ജിദിൽ 19ാമത് സ്വലാത്ത് വാർഷികവും ദുആ മജ്ലിസും നടന്നു. ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, അബ്ദുറൌഫ് ബാഖഫി, ഇസ്ഹാഖ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴുവിൽ 126-ാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PN ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷൈജി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SNDP ഇരിബ്രാനല്ലൂർ ശാഖയുടെ നേതൃത്വത്തിൽ വയോധികരായ ശാഖാ അംഗങ്ങളെ വീടുകളിലെത്തി ആദരിച്ചു. SNDP ശാഖാ പ്രസിഡന്റ് പടിക്കപ്പറമ്പിൽ പ്രേമകുമാരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തോട്ടപ്പള്ളി ശിവപ്രസാദ്, തണ്ടാശ്ശേരി മോഹനൻ, കഴുങ്കിൽ സ്റ്റൈലേഷ്, കാരോത്ത് ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. എടത്തുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ KB സജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ഈ മാസം 26-27 തീയതികളിൽ ആഘോഷിക്കുന്ന തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായി ഫൊറോനയിലെ എല്ലാ പള്ളികളിലേക്കും വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ, ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ, തിരുനാൾ ജനറൽ കൺവീനർ KC ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4398 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാള കുഴൂരിൽ NSS സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലും ഭാരതാംബ വിവാദം. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ ശ്രമിച്ചതാണ് വിവാദമായത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ പടുക്കപ്പറമ്പ് തടയണയ്ക്ക് സമീപം വലിയ തോടിന്റെ ബണ്ട് തകർന്നു. പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം. തെരുവുനായ ശല്യം പെരുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. നായ്പേടിയിൽ നാട്. അമിതഭാരത്തിൽ തടി കയറ്റിയ ലോറികൾ റോഡ് തകർത്തതായി പരാതി. മുരിക്കുങ്ങൽ മുപ്പിളി റോഡ് തകർന്നതായാണ് പരാതി. താന്യം പഞ്ചായത്തിലെ അനാർവല്ലി മേഖലയിൽ നിരവധി വീട്ടുകാർ ദിവസങ്ങളായി വെള്ളക്കെട്ട് ദുരിതത്തിൽ. പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.